ഒറ്റ പേരാണ്ടായിരുന്നത് സമസ്തക്കാരനാണ് എന്ന്. എന്നാൽ ഇന്ന് വളരെ പ്രയാസമായി, ഇന്ന് വളരെ പ്രയാസമായി. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പറയുക? പക്ഷേ ഒന്നും നോക്കാതെ നാം പറയാറുണ്ട്. യഥാർത്ഥ നമ്മളങ്ങനെ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നതിന് നമുക്കൊക്കെ പ്രത്യേകമായ ഒരു പേരുകളും നൽകി. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പേര് തന്നെ നൽകിയത്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ തന്നെ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വിഭാഗത്തിന് ഷജറ എന്ന പേര് നൽകിയത് വിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞതായ ആ പേരാണെങ്കിൽ ആത്മാർത്ഥമായി അന്തസ്സോടെ അഭിമാനത്തോടെ നമുക്ക് പറയാം, നമ്മുടെ നേതാവ് സയ്യിദുൽ ഉലമ തന്നെയാണ്, അല്ലേ? വ്യത്യസ്തങ്ങളായ ആളുകളോട് ഇടപഴകുമ്പോ, പ്രത്യേകിച്ച് കൂട്ടുകാരുമായി സംസാരിക്കുമ്പോ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ്. എന്നാൽ അതിനൊന്നും നാം വകവെച്ചു കൊടുക്കാതെ നമ്മുടെ മുമ്പിൽ നമുക്ക് യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചത്, ഇവിടെ തുടക്കം കുറിച്ചത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് എങ്കിൽ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴും അതിന്റെ 100ന്റെ മുത്തായി നമ്മുടെ മുമ്പിൽ സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്നത് മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളാവണം. അല്ലാഹു ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ആ 100ാം വാർഷികത്തിന്, അതിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഒരു പ്രകാശം നമ്മുടെ നാടുകൾ മുഴുവനും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതായ ഒന്ന്, അല്ലാഹുവേ 100ാം വാർഷികം മനോഹരമായി നടത്താനും അതിനുവേണ്ടി അതിൽ പങ്കെടുക്കാനും ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിലൊക്കെ പങ്കുചേരാനും സയ്യിദുൽ ഉലമയുടെ വായിൽ നിന്ന് വരുന്ന ആ മുത്തുമണികളെ പറക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് സമാപ്തി കുറിക്കുന്നു. وآخر دعوتي الحمد لله. السلام عليكم ورحمة الله وبركاته.